Namaskaram. So in the last chapter, we were discussing about the various transport methods in plants. Today, we are going to the next chapter, mineral nutrition. What are the basic necessities of an organism? ഒരു ജീവിയുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ what will be your answer? Yes, air, water, food. അല്ലേ? നമ്മുടെ ബേസിക് നെസസിറ്റീസ് എന്ന് പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു ജീവിയുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ എന്ന് പറയുന്നത് എയർ, വാട്ടർ ആൻഡ് ഫുഡ്. എന്തൊക്കെ ഭക്ഷണമാണ് നമ്മൾ നമ്മുടെ മെനുവിൽ ഉൾപ്പെടുത്താറുള്ളത്? അല്ലെങ്കിൽ നിങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ ഇതിനെല്ലാം ഒരേ തരം ഫുഡാണോ നമ്മൾ കഴിക്കാറുള്ളത്? അല്ല. നമ്മുടെ ഫുഡിനകത്ത് നമുക്കറിയാം there are different types of നമ്മൾ cereals ഉണ്ട്, പൾസസ് ഉണ്ട്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഒക്കെ ചേർന്ന മെനു ആണ് നമ്മൾ സാധാരണ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താറുള്ളത്. എന്തിനാണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ? For the proper growth and development of an organism, we require a balanced diet. നമുക്ക് നമ്മുടെ ശരിയായ വളർച്ച അല്ലെങ്കിൽ ശരിയായ വികസനത്തിന് we require certain macromolecules like carbohydrates, proteins, vitamins, minerals, fats, lipids, etc., which we get from this balanced diet. So the process by which an organism receives and utilizes the chemical substances for its normal growth and development is known as nutrition. ഒരു ജീവി അതിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ കെമിക്കൽ കമ്പോണൻസിനെ റിസീവ് ചെയ്യുകയും അത് ഉപയോഗിക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ് നമ്മൾ പോഷണം അല്ലെങ്കിൽ ന്യൂട്രീഷൻ എന്ന് പറയുക. എന്തൊക്കെയാണ് ഒരു മാൽ ന്യൂട്രീഷൻ കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങളെന്നൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ന്യൂട്രീഷൻ പ്രൊവൈഡ് ചെയ്യുന്ന കെമിക്കൽസിനെ, ദ കെമിക്കൽസ് വിച്ച് പ്രൊവൈഡ് നറിഷ്മെൻറ്റ് ഫോർ ദ ലിവിങ് ഓർഗാനിസംസ്, അതാണ് നമ്മൾ ന്യൂട്രിയൻസ് എന്ന് പറയുക. ഇപ്പോൾ നമ്മുടെ ശരീരം വളർച്ചയ്ക്ക് ആവശ്യമായ ന്യൂട്രിയൻസ് നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് whether this nutrition, നമ്മൾ നേരത്തെ ചോദിച്ചു, the food is a necessity of a living organism. നമുക്കറിയാം plants are also living organisms. Do plants need this nutrients? നമ്മൾ ഇതുവരെ പറഞ്ഞത് നമ്മുടെ കാര്യമാണ് അല്ലേ? ആനിമൽസിൽ എല്ലാം ന്യൂട്രീഷൻ വേണം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ന്യൂട്രിയൻസ് വേണം എന്ന് നമുക്കറിയാം. So do plants require this nutrition? പ്ലാന്റ്സിന് ഇത്തരത്തിലുള്ള ന്യൂട്രിയൻസിൻ്റെ ആവശ്യമുണ്ടോ? ഏതൊക്കെ ന്യൂട്രിയൻസ് ആണ് പ്ലാന്റ്സിന് വേണ്ടത്? ഇത്തരത്തിൽ ന്യൂട്രിയൻസ് കിട്ടിയില്ല എങ്കിൽ എന്താ പ്ലാന്റ്സിന് സംഭവിക്കുക? നമുക്കുണ്ടാകുന്നത് പോലെ അസുഖങ്ങൾ അവയിൽ ഉണ്ടാവുമോ? ഇതൊക്കെയാണ് മിനറൽ ന്യൂട്രീഷൻ എന്ന ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ we have already said that the chemicals which provide nourishment to the living organisms are nutrients. ജീവിക്ക് നറിഷ്മെൻറ്റ് നൽകുന്ന കെമിക്കൽസിനെയാണ് നമ്മൾ ന്യൂട്രിയൻസ് എന്ന് പറയുക. സോ പ്ലാന്റ്സ് ഓൾസോ റിക്വയർ ദിസ് ന്യൂട്രിയൻസ്. പ്ലാന്റ്സിനും ഇത്തരത്തിലുള്ള ന്യൂട്രിയൻസ് വേണം. We can classify the nutrients required by plants into two, that's the organic nutrients and the inorganic nutrients. Organic nutrients, as you know, carbohydrates, proteins, lipids, etc., which are synthesized by the plants using inorganic nutrients. സസ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായി ഭക്ഷണം നിർമ്മിക്കാൻ സാധിക്കുന്ന ജീവികളായതുകൊണ്ട് തന്നെ കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ലിപ്പിഡ്സ് മുതലായ മാക്രോ ഓർഗാനിക് മോളിക്യൂൾസിനെ സ്വയം നിർമ്മിക്കാൻ അവയ്ക്ക് സാധിക്കും. പക്ഷേ അതിന് അവയ്ക്ക് മറ്റ് ചില ഇനോർഗാനിക് ന്യൂട്രിയൻസിൻ്റെ ആവശ്യമുണ്ട്. സോ this inorganic nutrients are absorbed by the plants from the soil or from the atmosphere. അവ നിൽക്കുന്ന മണ്ണിൽ നിന്നോ അല്ലെങ്കിൽ അവയ്ക്ക് ചുറ്റുമുള്ള അന്തരീക്ഷത്തിൽ നിന്നോ ഇത്തരത്തിലുള്ള മാക്രോ ഓർഗാനിക് ന്യൂട്രിയൻസിനെ സിന്തസൈസ് ചെയ്യാൻ ആവശ്യമുള്ള ഇനോർഗാനിക് ന്യൂട്രിയൻസിനെ അബ്സോർബ് ചെയ്യുകയാണ് സസ്യങ്ങൾ ചെയ്യുക. അപ്പോൾ നമ്മളിൽ കാണുന്നതിൽ നിന്നും വ്യത്യസ്തമായ ഒരു ന്യൂട്രീഷൻ രീതിയാണ് സസ്യങ്ങളിലുള്ളത്. So the inorganic nutrients which are obtained by the plants from the soil are mineral nutrients. നമ്മൾ പറഞ്ഞു പ്ലാന്റ്സ് അവയുടെ ഓർഗാനിക് ന്യൂട്രിയൻസിനെ സ്വയം സിന്തസൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്.
അതിനു വേണ്ടിയുള്ള ഇനോർഗാനിക് ന്യൂട്രിയൻസിനെ they absorb it either from the soil or from the atmosphere. അറ്റ്മോസ്ഫിയറിൽ നിന്ന് അബ്സോർബ് ചെയ്യുന്നത് നോൺ മിനറൽ ന്യൂട്രിയൻസ് ആണ്. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ഒക്കെ അറ്റ്മോസ്ഫിയറിൽ നിന്നാണ് ചെടി അബ്സോർബ് ചെയ്യുക. They are considered as non-mineral elements, while other elements which are required for the synthesis of the macromolecules are absorbed from the soil from where which they are existing. അതാണ് മിനറൽ ന്യൂട്രിയൻസ്. ഏതൊക്കെ എലമെൻറ്റ്സ് ആയിരിക്കും അല്ലെങ്കിൽ ഏതൊക്കെ മിനറൽസ് ആണ് സസ്യങ്ങൾക്ക് അത്യാവശ്യമായിട്ടുള്ളത്? നിങ്ങൾക്കറിയാം, we have around 118 elements known to us. നിങ്ങൾ പീരിയോഡിക് ടേബിളിൽ കണ്ടിട്ടുണ്ടായിരിക്കും. ഏകദേശം 118ഓളം എലമെൻറ്റ്സ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ട് നമ്മൾ ഡിസ്കവർ ചെയ്ത എലമെൻറ്റ്സ് ഉണ്ട്. ഭൂമിയിലുള്ള ഈ മൂലകങ്ങളെല്ലാം സസ്യങ്ങൾക്ക് ആവശ്യമാണോ? ഇനി ആവശ്യമായിട്ടുള്ള എലമെൻറ്റ്സ് എല്ലാം ഒരേ അളവിൽ തന്നെയാണോ സസ്യങ്ങൾക്ക് വേണ്ടത്? ഇതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്? അപ്പോൾ നിങ്ങൾ ഒരു വിനോദത്തിനായിട്ടാണെങ്കിലും ചെറിയ ബോട്ടിലിൽ അല്ലേ, നമ്മൾ റീയൂസബിൾ ആയിട്ടുള്ള നമ്മുടെ വാട്ടർ ബോട്ടിലുകളിൽ വെള്ളം നിറച്ചിട്ട് ഈ സ്റ്റെം കട്ടിങ്സ് വെച്ച് നോക്കിയിട്ടുണ്ടോ? എങ്ങനെയാണ് അതിനകത്ത് ചെടി ഉണ്ടാകുന്നത് നിങ്ങൾക്കറിയാമോ? അതായത് നമ്മുടെ റീയൂസ് ചെയ്യുന്ന പ്ലാസ്റ്റിക് ബോട്ടിലില്ലേ, ഉപയോഗിച്ച് കഴിഞ്ഞ ബോട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ഗ്ലാസ് ബോട്ടിലുകൾക്കകത്ത് വെള്ളം മാത്രം ഒഴിച്ചിട്ട്, മണ്ണിടാതെ വെള്ളം മാത്രം ഒഴിച്ചിട്ട് അതിനകത്ത് സ്റ്റെം കട്ടിങ്സ് വെച്ച് നോക്കിയിട്ടുണ്ടോ? ചെടി റൂട്ട് ഇനീഷ്യേറ്റ് ചെയ്ത് മുളച്ച് വരുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അങ്ങനെ ചെയ്തിട്ടുള്ളവർക്കറിയാം, മണ്ണിൻ്റെ ആവശ്യമില്ലാതെ തന്നെ നമുക്ക് ചെടിയെ വളർത്താം അല്ലേ? വെറും വെള്ളത്തിനകത്ത് വെച്ചാൽ പോലും ചെടികൾ, ക്രോട്ടൺ പോലെയുള്ള സസ്യങ്ങൾ വളർന്നു വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. In 1860s, Julius von Sasch, a German botanist, Julius von Sasch എന്ന German botanist, he demonstrated that plants could be grown in nutrient solution in complete absence of soil. സോയിലിൻ്റെ ആവശ്യമില്ലാതെ തന്നെ ന്യൂട്രിയൻ സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ചെടികളെ വളർത്താൻ സാധിക്കുമെന്ന് 1860s തന്നെ ജൂലിയസ് വോൺ സാഷ് എന്ന ബൊട്ടാനിസ്റ്റ് ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ചെറു പതിപ്പുകളാണ് ഇപ്പോൾ നമ്മൾ നമ്മുടെ വീടുകളിലൊക്കെ ചെയ്യുന്നത്. എന്താണ് ഈ ന്യൂട്രിയൻ സൊല്യൂഷൻ? ന്യൂട്രിയൻ സൊല്യൂഷൻ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചെടികൾക്ക് ആവശ്യമായ, വളരാൻ ആവശ്യമായ മൂലകങ്ങൾ ഉൾപ്പെട്ടതായിരിക്കണം ഈ ന്യൂട്രിയൻ സൊല്യൂഷൻ. ധാരാളം എക്സ്പെരിമെൻറ്റ്സ്, എന്തൊക്കെയാണ് ഈ ന്യൂട്രിയൻ സൊല്യൂഷൻ എന്ന് അറിയാൻ വേണ്ടി ധാരാളം എക്സ്പെരിമെൻറ്റ്സ് അതിൽ നടന്നിട്ടുണ്ട്. ന്യൂട്രിയൻസ് നമുക്ക് ചെടികൾക്ക് ആവശ്യമെന്ന് തോന്നുന്ന മിനറൽസ് ആഡ് ചെയ്യുകയും ചിലതിനെ മാറ്റുകയും ചിലതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് വഴി വ്യത്യസ്തങ്ങളായ ചെടികൾക്ക് ഏതൊക്കെ ന്യൂട്രിയൻസ് ഏതൊക്കെ അളവിൽ വേണം എന്ന് മനസ്സിലാക്കുന്നതിന് ഇത്തരം ന്യൂട്രിയൻ സൊല്യൂഷനുകളിൽ, അതായത് സോയിലിൻ്റെ ആബ്സെൻസിൽ ചെടികളെ വളർത്തുന്നതിലൂടെ നമുക്ക് സാധിച്ചിട്ടുണ്ട്. എസെൻഷ്യൽ എലമെൻറ്റ്സ് ഏതൊക്കെയാണ് ഒരു സസ്യത്തെ സംബന്ധിച്ചിടത്തോളം, വിച്ച് ആർ ദെയർ എസെൻഷ്യൽ എലമെൻറ്റ്സ്, ദേ വെയർ ഐഡൻറ്റിഫൈഡ് ആൻഡ് ദ ഡെഫിഷ്യൻസി സിംറ്റംസ് ഓൾസോ ഡിസ്കവേർഡ്. ഇത്തരത്തിൽ നമ്മൾ ഈ ചെടികളുടെ റൂട്ടുകളെ അല്ലെങ്കിൽ വേരിനെ ന്യൂട്രിയൻ്റ് സൊല്യൂഷനിൽ ഇമേഴ്സ് ചെയ്തു വെച്ച് വളർത്തുന്നത് വഴി ഏതൊക്കെയാണ് അവർക്ക് അത്യാവശ്യം വേണ്ട മൂലകങ്ങൾ, ഏതൊക്കെ മൂലകങ്ങളാണ് വളരെ കുറഞ്ഞ അളവിൽ വേണ്ടത്, ഇനി ഇവയുടെ ഡെഫിഷ്യൻസി കൊണ്ട് എന്തൊക്കെ സിംറ്റംസ് ഉണ്ടാകും എന്ന് വളരെ വിശദമായി മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ചിത്രത്തിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ ന്യൂട്രിയൻ സൊല്യൂഷനിൽ ഒരു സസ്യത്തെ നമ്മൾ വളർത്തുന്നത് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണുന്നുണ്ട് ഒരു ന്യൂട്രിയൻ സൊല്യൂഷൻ ഉണ്ട്. ഒരു ടാങ്കിൽ, ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ടാങ്കിൽ ന്യൂട്രിയൻ സൊല്യൂഷൻ കാണാം. ഒരു ഏരിയേറ്റിംഗ് ട്യൂബ് ഉണ്ട് അല്ലേ, ആ സൊല്യൂഷൻ മിക്സ് ചെയ്യുന്നതിനും ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യുന്നതിനും ഒരു ഏരിയേറ്റിംഗ് ട്യൂബ് കാണാം. വെള്ളത്തിലേക്ക് ആവശ്യമായ ന്യൂട്രിയൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നതിനൊരു ഫണലും, അവിടെ ഒരു ചെടി വളരെ നന്നായി വളർന്നു വരുന്നതായിട്ട് കാണാം. ഇത്തരത്തിൽ എക്സ്പെരിമെൻറ്റുകൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ന്യൂട്രിയൻ സൊല്യൂഷനിൽ നമ്മൾ വളർത്തുമ്പോൾ വളരെ ശുദ്ധമായ ജലവും കണ്ടാമിനേഷൻ ഫ്രീ ആയിട്ടുള്ളൊരു കണ്ടീഷനും പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. 1940 1940 ഇങ്ങനെ ന്യൂട്രിയൻ സൊല്യൂഷനിൽ, അതായത് സോയിൽ ലെസ് ആയിട്ട് ചെടികളെ കമേഴ്ഷ്യൽ ആയിട്ട് വളർത്തിയെടുക്കാൻ സാധിക്കും എന്ന്
ഡെവലപ്പ് ചെയ്ത അല്ലെങ്കിൽ ആ ഒരു സാങ്കേതിക രീതി ഡെവലപ്പ് ചെയ്തത് ഗോറിക് എന്ന ശാസ്ത്രജ്ഞനാണ്. ടെക്നിക് ഓഫ് ഗ്രോയിങ് പ്ലാന്റ്സ് ഇൻ ന്യൂട്രിയൻ സൊല്യൂഷൻ വിത്തൗട്ട് സോയിൽ ഇസ് നോൺ ആസ് ഹൈഡ്രോപോണിക്സ്. ഇങ്ങനെ സോയിൽ ഇല്ലാതെ ന്യൂട്രിയൻ സൊല്യൂഷനിൽ ചെടികളെ വളർത്തുന്ന ഈ വിധിയെ നമ്മൾ ഹൈഡ്രോപോണിക്സ് എന്നാണ് പറയുക. ഹൈഡ്രോപോണിക്സ് ചെയ്യുന്ന രീതിയും നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാം. ഒരു ന്യൂട്രിയൻ്റ് റിസർവോയർ ഉണ്ടായിരിക്കും, അതായത് ചെടിക്ക് ആവശ്യമായ ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാൻ ഒരു റിസർവോയറും അതിന് മുകളിലായിട്ട് ഒരു പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ട്യൂബിനകത്ത് ചെടികളെ നടുക. നിങ്ങൾക്ക് വ്യക്തമായി ചിത്രത്തിൽ കാണാൻ സാധിക്കും. ആ ചെടികളുടെ വേര് ആ ന്യൂട്രിയൻ സൊല്യൂഷനിലേക്ക് ഇമേഴ്സ് ചെയ്തിരിക്കുകയാണ്. ഒരു ന്യൂട്രിയൻ പമ്പിൻ്റെ സഹായത്തോടു കൂടി ന്യൂട്രിയൻസിനെ മുകളിലേക്ക് പമ്പ് ചെയ്ത് കൊടുക്കുന്നു. തിരിച്ച് ന്യൂട്രിയൻ റിട്ടേൺ ചെയ്യാൻ, അതായത് തിരിച്ചത് ഒഴുകി തിരിച്ച് ആ റിസർവോയറിലേക്ക് തന്നെ ന്യൂട്രിയൻസ് ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കും. അതിനുള്ളിൽ ആവശ്യമായ മൂലകങ്ങൾ അല്ലെങ്കിൽ ആവശ്യമായ എലമെൻസിനെ ആ വേര് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ വെജിറ്റബിൾസും മറ്റ് ഓർണമെൻ്റൽ പ്ലാന്റ്സും ഒക്കെ തന്നെ നമുക്ക് സോയിലില്ലാത്ത ഹൈഡ്രോപോണിക്സ്, സോയിലില്ലാത്ത കൃഷി രീതിയായ ഹൈഡ്രോപോണിക്സ് എന്ന രീതിയിലൂടെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. ധാരാളം എക്സ്പെരിമെൻറ്റുകളിലൂടെ ഹൈഡ്രോപോണിക്സ് എന്ന കൃഷി രീതിക്ക് ഓരോ വ്യത്യസ്ത സസ്യങ്ങൾക്കും വേണ്ട എലമെൻറ്റുകൾ ചേർത്ത ന്യൂട്രിയൻ്റ് സൊല്യൂഷനുകൾ ഓൾറെഡി ഇപ്പം നമുക്ക് അവൈലബിൾ ആണ്. ഹൈഡ്രോപോണിക്സിലൂടെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ, വളരെ കമേഴ്ഷ്യലായിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നത്, സാധാരണ കൃഷി ചെയ്യുന്നത് ടൊമാറ്റോ, സീഡ്ലെസ് കുക്കുംബർ, ലെറ്റ്യൂസ് മുതലായ വെജിറ്റബിൾസ് കമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ ഹൈഡ്രോപോണിക്സിലൂടെ സാധിക്കുന്നുണ്ട്. ഏതൊക്കെയാണ് ഒരു സസ്യത്തിന് വേണ്ട എലമെൻറ്റ്സ്, എന്തൊക്കെയാണ് അവയുടെ ഡെഫിഷ്യൻസി എന്നൊക്കെ തന്നെ ഈ ഹൈഡ്രോപോണിക്സ് അല്ലെങ്കിൽ സോയിൽലെസ് കൾച്ചറിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രകൃതിയിൽ ഏകദേശം അറിയപ്പെടുന്നതായി നമ്മൾക്ക് ഡിസ്കവർ ചെയ്യപ്പെട്ടിട്ടുള്ളതായിട്ട് 118ഓളം എലമെൻറ്റ്സ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. ഇവയിൽ ഒരു സസ്യം നമ്മൾ നോക്കുമ്പോൾ 60ഓളം എലമെൻറ്റ്സ് സാധാരണ സസ്യങ്ങളിൽ നിന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുമുണ്ട്. ഇത്തരം 60ഓളം എലമെൻറ്റ്സ് എന്ന് സൂചിപ്പിച്ചതിൽ ഇവയെല്ലാം തന്നെ ചെടിയുടെ ശരിയായ വളർച്ചയ്ക്ക് ആവശ്യമുള്ളതാണോ? ഏതൊക്കെയാണ് ഒരു ചെടിക്ക് അത്യാവശ്യമുള്ള എലമെൻറ്റ്സ്? ന്യൂക്ലിയർ പവർ പ്ലാന്റുകൾക്കടുത്ത് അല്ലെങ്കിൽ ഗോൾഡ് മൈൻസ്, സ്വർണ്ണ ഖനികൾക്കടുത്തൊക്കെ നിൽക്കുന്ന സസ്യങ്ങളിൽ സ്വർണത്തിൻ്റെ അംശം സസ്യങ്ങളിൽ കാണാറുണ്ട്. ന്യൂക്ലിയർ റിയാക്ടറുകൾക്കടുത്തുള്ള സസ്യങ്ങളിലാണെങ്കിൽ റേഡിയോ ആക്റ്റീവായിട്ടുള്ള എലമെൻറ്റ്സ്, അവയുടെ ഡ്രൈ വെയിറ്റ് നമ്മൾ എടുക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് വേർതിരിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇവയൊക്കെ ഒരു ചെടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമാണോ? ഒരു ചെടിയുടെ വളർച്ചയ്ക്ക് ഒരു എലമെൻറ്റ് ആവശ്യമാണ് എന്ന് പറയണമെങ്കിൽ ചില പ്രത്യേക മാനദണ്ഡങ്ങൾ പാലിക്കുന്നവയായിരിക്കണം എന്ന് 1939 ആർണഡ് ആൻഡ് സ്റ്റൗട്ട് എന്ന 2 ശാസ്ത്രജ്ഞർ പ്രപ്പോസ് ചെയ്തു. ദാറ്റ് ഇസ്, ഇൻ 1939 ആർണഡ് ആൻഡ് സ്റ്റൗട്ട് പ്രപ്പോസ് 3 criteria ടു ഡിറ്റർമിൻ ദ എസെൻഷ്യാലിറ്റി ഓഫ് എലമെൻറ്റ്. ഏതൊക്കെയാണ് ആ ക്രൈറ്റീരിയ? നമുക്ക് നോക്കിയാലോ. ദ ഫസ്റ്റ് വൺ ഇസ് the element must be absolutely necessary for supporting normal growth and reproduction. In the absence of the element, the plant do not complete their life cycle or set the seeds. That is, the element should be absolutely necessary for the normal growth and development. ഒരു ചെടിയുടെ സ്വാഭാവിക വളർച്ചയ്ക്കും പ്രത്യുൽപാദനത്തിനും ഒരു എലമെൻറ്റ് അബ്സല്യൂട്ട്ലി നെസസറി ആയിരിക്കണം. ഇതില്ല എങ്കിൽ ആ ചെടി വളരില്ല എന്നൊരു കണ്ടീഷൻ ഉണ്ടാവണം. ആ ചെടിക്ക് പ്രത്യുൽപാദനം ചെയ്യാനോ അതിൽ നിന്ന് പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കാനോ ഈ ഒരു എലമെൻറ്റിൻ്റെ ആബ്സെൻസിൽ സാധിക്കില്ല എങ്കിൽ ആ എലമെൻറ്റിനെ നമ്മൾ എന്ത് വിളിക്കും? എസെൻഷ്യൽ എലമെൻ്റ് എന്ന് പറയും. സോ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ചെടിയിൽ കാണുന്ന എല്ലാ എലമെൻറ്റ്സിനെയും അത്യാവശ്യ എലമെൻറ്റുകൾ അല്ലെങ്കിൽ എസെൻഷ്യൽ എലമെൻ്റ് എന്ന് പറയാൻ സാധിക്കില്ല. The element should be absolutely required for their normal growth and development. Let us look for the second criteria. The requirement of the element must be specific and not replaceable by another element. In other words, the deficiency of any one of the element cannot be met by supplying some other element. നമ്മൾ നേരത്തെ പറഞ്ഞു,
ചെടിയുടെ വളർച്ചയ്ക്കും വികാസത്തിനും വളരെ അത്യാവശ്യമാണ്. അതില്ല എങ്കിൽ ചെടി വളരില്ല എന്നതായിരിക്കണം ഒരു കണ്ടീഷൻ. ഇനി മറ്റൊരു കണ്ടീഷൻ, ദ റിക്വയർമെൻറ്റ് ഓഫ് ദ എലമെൻറ്റ് മസ്റ്റ് ബി സ്പെസിഫിക്. ഈ എലമെൻറ്റിന് പകരം വയ്ക്കാൻ മറ്റൊരു എലമെൻറ്റ് ഉള്ള അവസ്ഥ ഉണ്ടാകരുത്. അതായത് ഇതിന് പകരം മറ്റൊന്ന് കൊടുത്താൽ ചെടി വളരും, അങ്ങനെയാണെങ്കിൽ അതിനെ എസെൻഷ്യൽ എന്ന് പറയാൻ പറ്റില്ല. ഇറ്റ് ഷുഡ് ബി സ്പെസിഫിക്. ഇറ്റ് കനോട്ട് ബി റീപ്ലേസ്ഡ് ബൈ എനി അതർ എലമെൻറ്റ്. മറ്റൊരു എലമെൻറ്റ് കൊണ്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നതാകരുത്. ഇനി മൂന്നാമത്തെ കണ്ടീഷനോ, ദ എലമെൻറ്റ് മസ്റ്റ് ബി ഡയറക്ട്ലി ഇൻവോൾവ് ഇൻ ദ മെറ്റബോളിസം ഓഫ് ദ പ്ലാന്റ്. ചെടിയുടെ ഉപാപചയ പ്രവർത്തനങ്ങളിൽ നേരിട്ട് പങ്കെടുക്കുന്നതുമായിരിക്കണം. ഒരു ചെടിയെ സംബന്ധിച്ചിടത്തോളം ഒരു എലമെൻറ്റ് എസെൻഷ്യൽ ആണ് എന്ന് പറയണമെങ്കിൽ ഇറ്റ് ഷുഡ് മെയിൻറ്റെയിൻ ദ 3 ക്രൈറ്റീരിയ. ഒന്ന്, നോർമൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിന് അത് അത്യാവശ്യമായിരിക്കണം. എലമെൻറ്റ് സ്പെസിഫിക് ആയിരിക്കണം. ആൻഡ് ദ അതർ ഇസ് ഇറ്റ് ഷുഡ് ഡയറക്ട്ലി ഇൻവോൾവ് ഇൻ ദ മെറ്റബോളിസം ഓഫ് ദ പ്ലാന്റ്. ഇപ്പം നമ്മൾ പറഞ്ഞു, നമുക്ക് ഭൂമിയിലുള്ള എല്ലാ മൂലകങ്ങളും ഒരു ചെടിയുടെ അത്യാവശ്യം വേണ്ടതല്ല. ചില മൂലകങ്ങൾ മാത്രം, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ക്രൈറ്റീരിയ പാലിക്കുന്ന മൂലകങ്ങൾ മാത്രമാണ് ചെടിക്ക് അത്യാവശ്യം വേണ്ട ന്യൂട്രിയൻസ്. ഇനി എസെൻഷ്യൽ ന്യൂട്രിയൻസിനെ അവ ആവശ്യമുള്ള അളവനുസരിച്ച്, എല്ലാ മൂലകങ്ങളും ഒരേ അളവിലല്ല വേണ്ടത്. നമുക്കറിയാം, നമ്മുടെ ഭക്ഷണത്തിൽ തന്നെ കാർബോഹൈഡ്രേറ്റ് വേണ്ട അത്രയും അളവിൽ നമുക്ക് ഫാറ്റ് വേണ്ട, അല്ലേ? ഫാറ്റിൻ്റെ അളവ് വളരെ കുറച്ച് മതി. അതേസമയം കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കൂടുതൽ ആവശ്യമാണ്. ഇങ്ങനെ കാർബോഹൈഡ്രേറ്റിൻ്റെയും ഫാറ്റിൻ്റെയും അളവ് പോലെ എല്ലാ ചെടികൾക്ക് ആവശ്യമായ എലമെൻറ്റുകൾ എല്ലാം ഒരേ അളവിലാണോ വേണ്ടത്? ഏത് അളവിലാണ് അവ വേണ്ടതെന്ന് അടിസ്ഥാനപ്പെടുത്തി ദ എസെൻഷ്യൽ എലമെൻറ്റ്സ് ആർ കാറ്റഗറൈസ്ഡ് ഇൻ ടു മാക്രോ ന്യൂട്രിയൻസ് ആൻഡ് മൈക്രോ ന്യൂട്രിയൻസ്. എന്താ മാക്രോ ന്യൂട്രിയൻസ്? വാക്കിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും, അല്ലേ? Macronutrients are essential elements required by plants in large amount. അല്ലേ? ഒരുപാട് വലിയ അളവിൽ വേണ്ടതാണ് മാക്രോന്യൂട്രിയൻസ്. ദാറ്റ് ഈസ് ഇൻ എക്സസ് ഓഫ് 10 millimole per kg of dry matter. അതായത് വെള്ളം ഒഴിവാക്കിയാലുള്ള ചെടിയുടെ ഡ്രൈ മാറ്ററിൻ്റെ വെയിറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 1 കിലോഗ്രാമിൽ 10 millimole മുകളിൽ വരുന്ന, അല്ലെങ്കിൽ അത്രയും അളവിൽ കൂടുതൽ വേണ്ട എലമെൻറ്റുകളെയാണ് നമ്മൾ മാക്രോ എലമെൻറ്റ്സ് എന്ന് പറയുക. നമുക്കൊന്ന് നോക്കിയാലോ, ഏതൊക്കെയാണ് ഈ മാക്രോ എലമെൻറ്റ്സ് എന്ന്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ഫോസ്ഫറസ്, സൾഫർ, പൊട്ടാഷ്യം, കാൽഷ്യം ആൻഡ് മഗ്നീഷ്യം. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ മുതലായ ചെടികൾക്ക് വളരെ കൂടുതൽ ആവശ്യമായ എലമെൻറ്റുകളെയാണ് നമ്മൾ മാക്രോ എലമെൻറ്റ്സ് എന്ന് പറയുക. അപ്പോൾ എന്തായിരിക്കും മൈക്രോ ന്യൂട്രിയൻസ്? ട്രേസ് എലമെൻറ്റ്സ്, അല്ലേ? അത്യാവശ്യമാണവ, ഒഴിവാക്കാൻ പറ്റുന്നതല്ല, പക്ഷേ ചെറിയ അളവിൽ മതി. സോ മൈക്രോ ന്യൂട്രിയൻസ് ഓർ ട്രേസ് എലമെൻറ്റ്സ്, they are needed only in small amount, that is less than 10 millimole per kg of dry matter. ചെടിയുടെ ഡ്രൈ വെയിറ്റ് എടുത്തു കഴിഞ്ഞാൽ 10 millimole, 1 കിലോഗ്രാമിൽ 10 millimole ലെസ് ആയിട്ട്, അല്ലെങ്കിൽ അതിൽ താഴെ മതി, അല്ലെങ്കിൽ അത്രയും അളവ് മതി എന്നുള്ള എലമെൻറ്റ്സ് ആണ് മൈക്രോ ന്യൂട്രിയൻസ്. ഒരിക്കലും ഇവ ഒഴിച്ചു മാറ്റി വയ്ക്കാൻ പറ്റുന്നവയല്ല, എങ്കിലും വളരെ ചെറിയ അളവിൽ മതി എന്നുള്ളതാണ് മൈക്രോ ന്യൂട്രിയൻസിൻ്റെ പ്രത്യേകത. ഏതൊക്കെയാണ് മൈക്രോ ന്യൂട്രിയൻസ്? അയൺ, മാംഗനീസ്, കോപ്പർ, മോളിബ്ഡിനം, സിങ്ക്, ബോറോൺ, ക്ലോറിൻ ആൻഡ് നിക്കൽ. ഇത് കൂടാതെ ഇപ്പോൾ നമ്മൾ മൈക്രോ ന്യൂട്രിയൻസ് ഏകദേശം 17ഓളം എലമെൻസിനെ എസെൻഷ്യൽ എലമെൻസിൻ്റെ വിഭാഗത്തിൽ പെടുത്തിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. കുറച്ച് മാക്രോ ന്യൂട്രിയൻസ് എന്നും മറ്റുള്ളവയെ മൈക്രോ ന്യൂട്രിയൻസ് എന്നും നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. സോഡിയം, സിലിക്കൺ, കൊബാൾട്ട്, സെലീനിയം തുടങ്ങിയ ചില എലമെൻറ്റുകൾ ഇതിൽ പെടുന്നില്ല എങ്കിലും ചില സസ്യങ്ങളിൽ, പ്രത്യേകിച്ച് ഹയർ പ്ലാന്റ്സിലെ ബെനിഫിഷ്യൽ എലമെൻറ്റ്സ് ആയിട്ട് അവരുടെ ചില ഭാഗങ്ങളിൽ അല്ലെങ്കിൽ ചില പ്രവർത്തനങ്ങൾക്ക് അത്തരം എലമെൻറ്റ്സും ആവശ്യമായി കണ്ടിട്ടുണ്ട്. സോ now we have discussed about the essential elements and the type of essential elements. Now you are aware that essential elements are categorized into micro and macro elements. So essential elements which are required in higher quantity are macro elements, and which are required in lesser amount are micronutrients.
ഇവിടെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു നോർമൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്, അവയുടെ വളരെ നോർമലായിട്ടുള്ള വളർച്ചയ്ക്കും വികാസത്തിനും വളരെ അത്യാവശ്യമായിട്ടുള്ള എലമെൻസിനെ, അല്ലെങ്കിൽ അവയുടെ മെറ്റബോളിക് ആക്ടിവിറ്റീസിൽ ഡയറക്റ്റായിട്ട് പങ്കെടുക്കുന്ന എലമെൻസിനെയാണ് നമ്മൾ എസെൻഷ്യൽ എലമെൻറ്റ്സ് അല്ലെങ്കിൽ അവശ്യ മൂലകങ്ങളുടെ വിഭാഗത്തിൽ പെടുത്തിയിട്ടുള്ളത്. ഇനി നമുക്ക് എസെൻഷ്യൽ എലമെൻറ്റുകളുടെ ഫങ്ഷനെ ബേസ് ചെയ്ത്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ എലമെൻറ്റ്സ് ചില പ്രത്യേക ഫങ്ഷൻസ് ആണ് സസ്യങ്ങളിൽ നിർവഹിക്കുന്നത്. അവയുടെ ഫങ്ഷൻസിനെ അടിസ്ഥാനപ്പെടുത്തി ഓരോ മോളിക്യൂളിലും ഉള്ള അല്ലെങ്കിൽ ഓരോ എലമെൻറ്റിനുമുള്ള ഫങ്ഷൻ ബേസ് ചെയ്ത് എസെൻഷ്യൽ എലമെൻറ്റ്സിനെ വീണ്ടും നമുക്ക് 4 ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ സാധിക്കും. ഒന്ന്, എസെൻഷ്യൽ എലമെൻറ്റ്സ് which are components of biomolecules and hence structural elements of cells. എസെൻഷ്യൽ എലമെൻറ്റ്സ് ചെടിയുടെ ബയോമോളിക്യൂൾസിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള ചില എലമെൻറ്റ്സ് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ മുതലായ, നിങ്ങൾക്കറിയാം ഒരു ചെടിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഓരോ ബയോമോളിക്യൂൾസിലും അതിനകത്തുള്ള ഓരോ തന്മാത്രയ്ക്കകത്തും ഉൾപ്പെടുന്ന ഘടകങ്ങളാണ് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ആൻഡ് നൈട്രജൻ. ഇവ ചെടിയുടെ ബയോമോളിക്യൂൾസിൻ്റെ കമ്പോണൻസ് ആയതുകൊണ്ട് തന്നെ ദേ ആർ സ്ട്രക്ചറൽ എലമെൻറ്റ്സ് ഓഫ് ദ സെൽ. സെല്ലിൻ്റെ സ്ട്രക്ചറൽ എലമെൻറ്റ്സ് എന്ന ഫങ്ഷൻ അല്ലെങ്കിൽ സ്ട്രക്ചർ കീപ്പ് ചെയ്യുന്ന ഫങ്ഷനാണ് അവ ചെയ്യുന്നത്. സോ ദേ ആർ കൺസിഡേർഡ് ആസ് ദ സ്ട്രക്ചറൽ എലമെൻറ്റ്സ് ഓഫ് ദ സെൽ. നമ്മൾ പറഞ്ഞതുപോലെ കാർബണും ഹൈഡ്രജനും ഓക്സിജനും അറ്റ്മോസ്ഫിയറിൽ നിന്ന് അബ്സോർബ് ചെയ്യുന്നത് കൊണ്ട് ദേ ആർ കൺസിഡേർഡ് ആസ് നോൺ മിനറൽ എലമെൻറ്റ്സ്. പക്ഷെ നൈട്രജൻ ഗേഷ്യസ് ഫോമിലാണെങ്കിലും ചെടിക്ക് ഒരിക്കലും നൈട്രജൻ ഗ്യാസായി അബ്സോർബ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള കാര്യം നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. സോ ബേസ്ഡ് ഓൺ ദ ഫങ്ഷൻ we can categorize it as a structural component. ഇനി നമുക്ക് രണ്ടാമത് എന്താണെന്ന് നോക്കാം. Essential elements that are components of energy related chemical compounds in plants. ചെടിയിലെ ഊർജം സംഭരിച്ചു വെക്കുന്ന അല്ലെങ്കിൽ കോശങ്ങൾക്കകത്ത് ഊർജ സംഭരണത്തിനോ അല്ലെങ്കിൽ അതുപോലുള്ള ഊർജ നിർമ്മാണത്തിന് ആവശ്യമായ ഘടകങ്ങളായിട്ടോ ഉള്ള എലമെൻറ്റ്സ്. ഉദാഹരണമായിട്ട് മെഗ്നീഷ്യം ഇൻ ക്ലോറോഫിൽ. ക്ലോറോഫിൽ നിങ്ങൾക്കറിയാം ഫോട്ടോസിന്തസിസ് എന്ന വളരെ പ്രധാനപ്പെട്ട ഫങ്ഷന് വളരെ അത്യാവശ്യം വേണ്ട ഒരു കെമിക്കൽ കമ്പോണൻ്റ് ആണ് അല്ലെങ്കിൽ ഒരു കെമിക്കൽ കോമ്പൗണ്ട് ആണ് ക്ലോറോഫിൽ. ക്ലോറോഫിലിൻ്റെ സ്ട്രക്ചർ നിങ്ങളിപ്പോൾ ചിത്രത്തിൽ കാണുന്നുണ്ട്. ക്ലോറോഫിലിൻ്റെ സ്ട്രക്ചറിൽ വളരെ അത്യാവശ്യം വേണ്ട, ക്ലോറോഫിലിൻ്റെ നിർമ്മാണത്തിന് അല്ലെങ്കിൽ ക്ലോറോഫിൽ ഉൽപ്പാദിപ്പിക്കുന്നതിന് വളരെ അത്യാവശ്യം വേണ്ട ഒരു എലമെൻ്റ് ആണ് മെഗ്നീഷ്യം. Then the next one is phosphorus in ATP. ATP നിങ്ങൾക്ക് അറിയാമല്ലോ, ഇറ്റ്സ് എനർജി കറൻസി ഓഫ് ദ സെൽ അല്ലേ. അഡിനോസൈൻ ട്രൈഫോസ്ഫേറ്റ് വാക്കിൽ തന്നെ ഉണ്ട്. അതിലെന്തുണ്ട്? ഫോസ്ഫറസ് എന്ന എലമെന്റ് ഉണ്ട്. So that can also be considered as an essential element that are components of energy related chemical compounds. മൂന്നാമത്തെ കാറ്റഗറി, the essential elements that activate or inhibit enzymes. നമ്മളിപ്പോൾ ഫങ്ഷൻ അനുസരിച്ച് രണ്ട് കാറ്റഗറൈസേഷൻ ആണ് നമ്മൾ കണ്ടത്. ഒന്ന് സ്ട്രക്ചറൽ കമ്പോണൻ്റ് ആയിരുന്നു, മറ്റൊന്ന് എനർജി റിലേറ്റഡ് മോളിക്യൂളിൻ്റെ കമ്പോണൻ്റ് ആണ്. ഇവിടെ നമ്മൾ നോക്കുന്നത് സസ്യങ്ങളിൽ നടക്കുന്ന ബയോകെമിക്കൽ റിയാക്ഷൻസ്. ആ റിയാക്ഷൻസിലെ ധാരാളം എൻസൈംസ് ഇൻവോൾവ് ആയിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം. ഫോട്ടോസിന്തസിസ്, റെസ്പിറേഷൻ, നൈട്രജൻ മെറ്റബോളിസം പോലെയുള്ള ധാരാളം റിയാക്ഷൻസ് ചെടികളിൽ സംഭവിക്കാറുണ്ട്. ഈ പറഞ്ഞ റിയാക്ഷൻസിനെ എല്ലാം ധാരാളം എൻസൈംസും ഇൻവോൾവ് ആയിരിക്കും. ആ എൻസൈമുകളുടെ പ്രവർത്തനങ്ങളെ ആക്ടിവേറ്റ് ചെയ്യുകയോ അതായത് ത്വരിതപ്പെടുത്തുകയോ അതല്ലെങ്കിൽ ഇൻഹിബിറ്റ് ചെയ്യുകയോ തടസ്സപ്പെടുത്തുകയോ വേണം. ബയോ റിയാക്ഷൻസിൻ്റെ റേറ്റ് കൺട്രോൾ ചെയ്യുന്നതിന് ചിലപ്പോൾ എൻസൈമിൻ്റെ ആക്ടിവിറ്റി ഇൻഹിബിറ്റ് ചെയ്യേണ്ടി വരും. റേറ്റ് കൂട്ടുന്നതിന് ചിലപ്പോൾ അത് ആക്ടിവേറ്റ് ചെയ്യേണ്ടി വരും. അതിന് സഹായിക്കുന്ന മിനറൽ എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും. നമുക്ക് എക്സാമ്പിൾസ് നോക്കിയാലോ. മെഗ്നീഷ്യം, again it is an activator for rubisco and peptidase, which are two critical enzymes involved in photosynthesis. നമ്മുടെ സസ്യങ്ങളുടെ പരമപ്രധാനമായ ഒരു ഫംഗ്ഷനാണ് ഫോട്ടോസിന്തസിസ് എന്ന് നിങ്ങൾക്കറിയാം.
ആ ഫോട്ടോസിന്തസിസ് നടത്തുന്നതിന് വളരെ അത്യാവശ്യം വേണ്ട 2 എൻസൈംസ് ആണ് റുബിസ്കോയും പെപ്കേസും. ഇവയുടെ ആക്ഷനെ കുറിച്ച് ഫോട്ടോസിന്തസിസ് എന്ന ചാപ്റ്ററിൽ നിങ്ങൾ വിശദമായിട്ട് പഠിക്കും. ഈ എൻസൈമുകളുടെ പ്രവർത്തനത്തിന്, അത് ആക്ടിവേറ്റ് ചെയ്യുന്നതിന് മഗ്നീഷ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റൊന്ന് ആൽക്കഹോൾ ഡീഹൈഡ്രോജിനേസ് എന്ന എൻസൈം. ആൽക്കഹോൾ ഡീഹൈഡ്രോജിനേസ് എന്ന എൻസൈമിൻ്റെ ആക്ടിവേഷന് സിങ്ക് വളരെ അത്യാവശ്യമാണ്. നൈട്രോജിനേസ്, നൈട്രജൻ മെറ്റബോളിസത്തിൽ പങ്കെടുക്കുന്ന എൻസൈമാണ് നൈട്രോജിനേസ്. നൈട്രോജിനേസിനെ ആക്ടിവേറ്റ് ചെയ്യുന്നതിന് മോളിബ്ഡിനം വളരെ അത്യാവശ്യമാണ്. അപ്പോൾ എസെൻഷ്യൽ എലമെൻറ്റ്സ് ഫംഗ്ഷൻ അനുസരിച്ച് 3 കാറ്റഗറി നമ്മൾ കണ്ടു. ഒന്ന് സ്ട്രക്ചറൽ കമ്പോണൻസ്, 2 എനർജി റിലേറ്റഡ് മോളിക്യൂൾസിൻ്റെ കമ്പോണൻസ് ആയിട്ടുള്ളത്, 3ാമത്തേത് എൻസൈമുകളുടെ ആക്ടിവേഷനോ ഇൻഹിബിഷനോ വേണ്ട എലമെൻറ്റ്സ്. ഇനിയുള്ളത് elements which can alter the osmotic potential of a cell. സെല്ലിൻ്റെ ടേർജിഡിറ്റി നമ്മൾ കഴിഞ്ഞ ചാപ്റ്റർ നിങ്ങൾ കണ്ടതാണ്. സ്റ്റൊമാറ്റയുടെ ഓപ്പണിംഗ് അല്ലെങ്കിൽ ജലം നഷ്ടപ്പെടുകയും ജലം സ്വീകരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ സെല്ലിൻ്റെ ഓസ്മോട്ടിക് പൊട്ടൻഷ്യലിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളെക്കുറിച്ച് നിങ്ങൾ പഠിച്ചതാണ്. അത്തരത്തിൽ സെല്ലിൻ്റെ ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ നിലനിർത്തുന്നതിന് ചില എലമെൻറ്റ്സ് വളരെ അത്യാവശ്യമാണ്. എക്സാമ്പിൾ പൊട്ടാഷ്യം. It plays a very important role in opening and closing of stomata. സ്റ്റൊമാറ്റയുടെ ഓപ്പണിങ്ങിനും ക്ലോസിങ്ങിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പങ്കുവഹിക്കുന്ന പൊട്ടാഷ്യം. സോ ഇറ്റ് ക്യാൻ ആൾട്ടർ ദ ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ ഓഫ് എ സെൽ. ഇങ്ങനെ ഒന്നുകിൽ സെല്ലിൻ്റെ സ്ട്രക്ചറിന് വേണ്ടിയോ അല്ലെങ്കിൽ സെൽ സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനോ, അതല്ലെങ്കിൽ അതൊരു എനർജി റിലേറ്റഡ് കോമ്പൗണ്ടിൻ്റെ ഭാഗമായിട്ടോ, എൻസൈമുകളെ ആക്ടിവേറ്റ് ചെയ്യുന്നതിനോ ഇൻഹിബിറ്റ് ചെയ്യുന്നതിനായിട്ടോ, അതല്ലെങ്കിൽ സെല്ലിൻ്റെ ഒരു ചെടിയുടെ സസ്യത്തിൻ്റെ സെല്ലിൻ്റെ ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ നിലനിർത്തുന്നതിനായിട്ടോ ഒക്കെ വ്യത്യസ്തങ്ങളായ റോളുകളാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച മൈക്രോ മാക്രോ ന്യൂട്രിയൻസ് സസ്യങ്ങളിൽ ചെയ്യുന്നത്. സോ ലെറ്റ് us now go for the assignment. Cut stems of croton plants or snake plants and plant it in glass bottles or glass cups filled with pure water. Observe the root initiation and growth of these plants. Find applications of hydroponics. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിങ്ങളുടെ വീട്ടിൽ യൂസ് ചെയ്യാതെ വെച്ചിരിക്കുന്ന ഗ്ലാസ് ബോട്ടിലുകളോ അല്ലെങ്കിൽ ഗ്ലാസ് കപ്പുകളോ ഉണ്ടെങ്കിൽ അതിൻ്റെ ഏകദേശം ഒരു 3/4 ഭാഗം വെള്ളം ഫില്ല് ചെയ്തതിന് ശേഷം ക്രോട്ടൺ പ്ലാന്റ്സോ അല്ലെങ്കിൽ സ്നേക്ക് പ്ലാന്റ്സോ അതിൻ്റെ സ്റ്റെം കട്ടിങ്സ് എടുത്തിട്ട് അതിലേക്ക് വെറുതെ ഒന്ന് പ്ലാന്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ സ്റ്റഡി റൂമിൽ അത് വെച്ച് കുറച്ച് ദിവസം അതിനെ ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കൂ. അതിനകത്തുനിന്ന് റൂട്ട് ഇനീഷ്യേറ്റ് ചെയ്യുന്നതായിട്ട് കാണാം. നോർമലി നമ്മളൊരു സോയിലിൽ സസ്യം നടുന്നത് പോലെ തന്നെ അത് റൂട്ട് ഇനീഷ്യേറ്റ് ചെയ്തു വരുന്നതായിട്ട് കാണാൻ സാധിക്കും. സോ ഫ്രം ദിസ് വി ക്യാൻ നോ ദാറ്റ് സോയിൽ ഇസ് നോട്ട് എസെൻഷ്യൽ ഫോർ എ പ്ലാന്റ് ടു ഗ്രോ. ഇനി ഹൈഡ്രോപോണിക്സ് എന്ന പുതിയ ടെക്നിക്കിനെ കുറിച്ച്, അതിൻ്റെ ആപ്ലിക്കേഷൻസിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു.